Good afternoon. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ കാണുന്നില്ലേ? നിങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോർച്ചറി സർവീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ? ചാപ്റ്റർ 10 ആണ് മോർച്ചറി സർവീസ്. അതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയത്? പ്ലാനിങ് ആണ് അല്ലെ? പ്ലാനിങ് പാരാമീറ്റേഴ്സ് ഓഫ് എ മോർച്ചറി. ലൊക്കേഷൻ എവിടെയായിരിക്കണം, സ്പേസ് റിക്വയർമെന്റ്സ്, രണ്ടുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അല്ലെ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫങ്ഷണൽ ഏരിയാസ് ആണ്. മോർച്ചറി സർവീസിന്റെ ഫങ്ഷണൽ ഏരിയാസ്. ഫസ്റ്റ് ഫങ്ഷണൽ ഏരിയയില് പാർക്കിംഗ് ഒരു പോയിന്റ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഫങ്ഷണൽ ഏരിയാസ് അത് ആദ്യം മനസ്സിലാക്കി വെക്കാം. ഏതൊക്കെയാണ് ഫസ്റ്റ് വരുന്നത്? പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. പോർട്ടിക്കോ അതൊക്കെ എന്താണ്? പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ എൻട്രൻസ് അല്ലെങ്കിൽ പോർച്ച് ആണ് കേട്ടോ. പോർച്ച് അല്ലെങ്കിൽ എൻട്രൻസ്, ആ പ്രവേശന കവാടം അല്ലെങ്കിൽ പോർച്ചിനെയാണ് പോർട്ടിക്കോ എന്ന് പറയുന്നത്. Parking with the covered portico. Ample parking area with a covered area about 18 meters square. Meter square ആണ് 18 meter square. For vehicle should be facilitated at the entrance of the body store in order to protect from wet weather and screen from adjacent area with an exit to secondary road or parking area. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മള് എൻട്രൻസില് ആ പോർച്ച് എന്ന് പറയുന്നത് അതായത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ആ സ്റ്റോർ റൂമിന്റെ ഫ്രണ്ടില് നമ്മള് ബോഡീസ് ഒക്കെ നമുക്ക് കൊണ്ടുപോകാനൊക്കെ വാഹനങ്ങള് പാർക്ക് ചെയ്യാനുള്ളത് ആ ഒരു കവേർഡ്, ആ ഒരു ഏരിയ എന്ന് പറഞ്ഞ കവേർഡ് ഏരിയ ആയിരിക്കണം, കവർ ചെയ്തിരിക്കണം. വാഹനങ്ങൾക്കായിട്ട് ഏകദേശം എത്രയാന്ന് നോക്കിയാൽ 12 മീറ്റർ സ്ക്വയറില് 12 മീറ്റർ സ്ക്വയറില് വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ വേണം. ആ പാർക്കിംഗ് ഏരിയ എങ്ങനെയായിരിക്കണം? കവേർഡ് ആയിരിക്കണം, കവർ ചെയ്തിരിക്കണം. മനസ്സിലായോ? 18 മീറ്റർ സ്ക്വയറില് വാഹനങ്ങൾക്കായിട്ട് അത് പാർക്ക് ചെയ്യാനായിട്ട് ഒരു പാർക്കിംഗ് ഏരിയ വേണം. ആ പാർക്കിംഗ് ഏരിയ എങ്ങനെയായിരിക്കും? കവേർഡ് ആയിരിക്കണം. അത് എവിടെ വേണമെന്നാ പറഞ്ഞേക്കുന്നത്? എൻട്രൻസ് ടു ദ ബോഡി സ്റ്റോർ. ആ ബോഡി സ്റ്റോർ ചെയ്യുന്നത് അതായത് മോർച്ചറിയുടെ ഫ്രണ്ടില്, മോർച്ചറി ആ റൂമിന്റെ ഫ്രണ്ടില് ഒരു പാർക്കിംഗ് ഏരിയ വേണം. അത് 18 മീറ്റർ സ്ക്വയർ വിസ്താരമുള്ളതായിരിക്കണം, ഒരു വിസ്തീർണമുള്ള പാർക്കിംഗ് ഏരിയ വേണം. ആ പാർക്കിംഗ് ഏരിയ കവർ ചെയ്തിരിക്കണം. ഇനി എന്താണ് നമ്മുടെ പോർച്ച്? നമ്മുടെ ഒക്കെ പോർച്ച് നമ്മള് മഴയൊക്കെ നനയാത്ത രീതിയിൽ കവർ ചെയ്തേക്കുന്നതല്ലേ? കുറച്ച് മെയിനായിട്ടുള്ള ഇതല്ലേ അല്ലെ? വാഹനങ്ങളൊക്കെ നനയാതിരിക്കാൻ. ഇവിടെ എന്തിനാണ് കവർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞത്? ഓക്കെ, ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് വെറ്റ് വെതർ. വെറ്റ് വെതർ ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇപ്പൊ നമ്മള് ആ മോർച്ചറിയിൽ നിന്ന് ബോഡി നമ്മൾ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അത് തുറന്നിരിക്കുന്നതാണെങ്കിൽ നമുക്ക് മഴയൊക്കെ ഉണ്ടെങ്കിൽ ബോഡി നനയൂലേ? അല്ലേ? ഡെഡ് ബോഡി നനയൂലേ അങ്ങോട്ട് കയറ്റുമ്പോഴ്? അപ്പൊ അങ്ങനെ അത് ബോഡി വെറ്റിൽ നിന്നോ വെതർ ഇതിൽ നിന്നൊക്കെ ബോഡിയെ, ഡെഡ് ബോഡി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാർക്കിംഗ് ഏരിയ കവേർഡ് ആയിരിക്കണം. മനസ്സിലായോ? കവർ ചെയ്തിരിക്കണം. അത് നോക്കിയേ. പിന്നെ ഒരു കാര്യം പറഞ്ഞു, അത് സ്ക്രീൻ ഫ്രം അഡ്ജസ്റ്റന്റ് ഏരിയ. തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് സ്ക്രീൻ ചെയ്യണം, അതായത് മറയ്ക്കണം എന്ന്. ഇപ്പൊ നമ്മൾ ഡെഡ് ബോഡിയൊക്കെ നേരെ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ മറ്റുള്ളവരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഒരു ഡെഡ് ബോഡി കാണുക എന്ന് പറയുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ഇതായിരിക്കും അല്ലെ? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ഡെഡ് ബോഡി ഒക്കെ കൊണ്ടുപോകുന്നത് കാണുമ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാകും അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ അത് എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള സമീപ പ്രദേശങ്ങളിലേക്ക് അത് സ്ക്രീൻ ചെയ്യണം, അത് മറച്ചിരിക്കണം. പിന്നെ നോക്കിയേ, വിത്ത് ആൻ എക്സിറ്റ് ടു സെക്കൻഡറി റോഡ് ഓർ പാർക്കിംഗ് ഏരിയ. ആ സെക്കൻഡറി റോഡിലേക്ക്, അത് പാർക്കിംഗ് ഏരിയയിലേക്ക് ഒരു എക്സിറ്റ് വേണം.
അതാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് കിടക്കാനായിട്ടുള്ള ഒരു വഴി വേണം. മോർച്ചറിയുടെ ആ റൂമിൽ നിന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് കടക്കാൻ എന്ത് വേണം? ഒരു എക്സിറ്റ് വേണം, ഒരു വഴി വേണം. അത് എന്ന് വെച്ചാൽ ആ അഡ്ജസന്റ് ഏരിയയിലേക്കുള്ള അവിടെ സ്ക്രീൻ ചെയ്യണം, മറച്ചിരിക്കണം. ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ളവരൊക്കെ കാണാതിരിക്കാൻ അത് മറച്ചിരിക്കണം. അത്രയും കാര്യങ്ങളാണ് പാർക്കിംഗ് ഏരിയയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പാർക്കിംഗ് ഏരിയ കവേർഡ് ആയിരിക്കണം. ഒന്നിൽ മഴയോ വെയിലൊക്കെ കൊള്ളാത്ത രീതിയിൽ അത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കവേർഡ് ആയിരിക്കണം. 18 മീറ്റർ സ്ക്വയറുള്ള ഒരു പാർക്കിംഗ് ഏരിയ വേണം. പിന്നെ ആ പോകുന്ന വഴി, നമ്മൾ ആ പാർക്കിംഗ് ഏരിയയിലേക്ക് ആ കൊണ്ടുപോകാനുള്ളൊരു എന്താ പറയാ, ഒരു വേ വേണം. അവിടെ നമ്മള് മറ്റുള്ള ആ അഡ്ജസ്റ്റന്റ് ഏരിയ, സമീപ പ്രദേശങ്ങളിലേക്ക് ഒരു സ്ക്രീനിങ്ങും കൊടുക്കണം, മറയ്ക്കണം. കിട്ടിയോ? ഇത്രയും കാര്യങ്ങളാണ് ആ പോയിന്റ്സിൽ പറഞ്ഞേക്കണത്. ഓക്കെ ആണോ? നോക്കിയേ, ഓക്കെ ആണോ? ഇപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ വല്ല നമ്മുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ഉള്ള ആകുമ്പോ ബോഡിയൊക്കെ നനഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുറെ തെളിവുകളൊക്കെ നഷ്ടപ്പെടാം അല്ലെ? ഫോറൻസിക് ഇവരൊക്കെ നോക്കും. അപ്പൊ അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ, മരിച്ച ആളുടെ ബോഡിയോട് നമ്മളൊരു റെസ്പെക്ട്, മഴ നിന്ന് നനയ്ക്കാൻ പാടില്ല അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങള് അവിടെ നോക്കണം. അപ്പൊ ആ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു എന്താ പറയാ, ആ പാർക്കിംഗ് ഏരിയ അത് കവേർഡ് ചെയ്തിരിക്കണം. അതിന് 18 മീറ്റർ സ്ക്വയർ വിസ്താരം വേണം. പിന്നെ പറഞ്ഞേക്കുന്നത് ആ ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് ഒരു എക്സിറ്റ്, ഒരു വഴി വേണം. അത് സ്ക്രീൻ ചെയ്യണം. അഡ്ജോയിനിങ് ഏരിയയുമായിട്ട്, അതിൽ അഡ്ജസന്റ് ഏരിയയുമായിട്ട് സ്ക്രീൻ ചെയ്യണം, മറച്ചിരിക്കണം. ഇനി രണ്ടാമത്തെ എന്താ വേണ്ടത്? ഫങ്ഷണൽ ഏരിയ റിസപ്ഷൻ വേണം. ഒരു റിസപ്ഷൻ ഏരിയ വേണം. The place where the dead bodies are observed and the documents examined. Dead body observe ചെയ്യാൻ, അടുത്ത ഡോക്യുമെന്റ്സ് പരിശോധിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു റിസപ്ഷൻ ഏരിയ വേണം. It should be easily reachable and approachable. വേഗം എത്താൻ പറ്റുന്നതും നമുക്ക് സമീപിക്കാൻ പറ്റുന്നതുമായിരിക്കണം ആ റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഏരിയയിൽ രണ്ടാമത്തെ എന്താണ്? റിസപ്ഷൻ ആണ്. ഒരു റിസപ്ഷൻ ഏരിയ വേണം. എന്തിനു വേണ്ടിയിട്ട്? ബോഡീസ് എക്സാമിൻ ചെയ്യാനായിട്ട് അല്ലെ? ബോഡീസ് ഒബ്സർവ് ചെയ്യാൻ, ഡോക്യുമെന്റ്സ് എക്സാമിൻ ചെയ്യാൻ റിസപ്ഷൻ ഏരിയ വേണം. അത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് റീച്ചബിൾ, എത്താൻ പറ്റുന്നതും അതുപോലെ തന്നെ സമീപിക്കാൻ പറ്റുന്നതുമായിരിക്കണം. രണ്ടെണ്ണം ആ പോയിന്റുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ, അടുത്തത് റിസപ്ഷൻ. റിസപ്ഷന്റെ ആ സെന്റൻസ് കൂടി അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടോ. അങ്ങനെ ചോദിക്കാം. The place where bodies are observed and the documents examined. The area reception area ആണ്. റിസപ്ഷൻ. നെക്സ്റ്റ് ആണ് ട്രോളി ബേ. ട്രോളി ബേ എന്ന് പറഞ്ഞാൽ എന്താ? ട്രോളികളൊക്കെ അടക്കി വെക്കുന്നത് അല്ലെ? ട്രോളി ബേ. ട്രോളി ബേ. ട്രോളി സെക്യൂർ ലൊക്കേഷനിൽ നമ്മൾ ട്രോളിയൊക്കെ അടക്കി വെക്കുന്നതാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. The proper space needed for trolley bay is 3 meters square. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ ആ സെന്റൻസ്. The proper space needed for trolley bay. Trolley bayക്ക് വേണ്ട പ്രോപ്പർ സ്പേസ് എത്രയാണ്? 3 മീറ്റർ സ്ക്വയർ ആണ് സ്പേസ് എന്ന് പറയുന്നത്. The proper space needed for trolley bay is 3 meters square. Trolley bay is used for transportation of the dead bodies. എന്തിനാണ് ട്രോളി ബേ ഉപയോഗിക്കുന്നത്? ഡെഡ് ബോഡീസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെ? ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ട്രോളി ബേ ഉപയോഗിക്കുന്നത്. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. Dash is used for transportation of dead bodies. എന്താണ് ട്രോളി? ട്രോളി ആണ് കേട്ടോ. ട്രോളികൾ അടക്കി വെക്കുന്ന സ്ഥലമാണ് ട്രോളി ബേ. ആ ഒരു ലൊക്കേഷൻ, അതാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. ട്രോളി എന്ന് പറഞ്ഞ എന്താ? ഡെഡ് ബോഡീസ് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ് ട്രോളി. ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡെഡ് ബോഡി. ഇറ്റ് ഷുഡ് ബി വിത്ത് ദ റീച്ച് ഓഫ് ദ റിസപ്ഷൻ. അതായത് ഒരു റിസപ്ഷന്റെ പരിധിയിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു റിസപ്ഷന്റെ പരിധിയിൽ എന്ത് വേണം? ട്രോളി ബേ വേണം. It should be within the reach of reception. റിസപ്ഷന്റെ പരിധിയിൽ ട്രോളി ബേ വേണം. ഇനി അടുത്ത ഫങ്ഷണൽ ഏരിയ ആണ് വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. വെയിറ്റിംഗ് ഏരിയ എന്തിനാ? വിസിറ്റേഴ്സിന്, റിലേറ്റീവ്സിന് ഒക്കെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ളത്. പേരിൽ തന്നെ അറിയാം.
A waiting room for 15 meters square is suggested for entry to visitors and റിലേറ്റീവ്സ്. വിസിറ്റേഴ്സിന്, അവരുടെ മരിച്ച ആളുകളുടെ റിലേറ്റീവ്സിന് ഇവർക്കൊക്കെ പ്രവേശനത്തിനായിട്ട് അല്ലെങ്കിൽ അവർക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 മീറ്റർ സ്ക്വയറിൽ ഒരു വെയിറ്റിംഗ് റൂം വേണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. വെയിറ്റിംഗ് റൂം ഓഫ് 15 മീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് നോക്കിയേ, സ്റ്റോറേജ് ചേംബർ. ഇനി അടുത്തത് ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്യാനായിട്ട് സ്റ്റോറേജ് ചേംബർ വേണം. സ്റ്റോറേജ് ചേംബർ എന്ന് പറഞ്ഞ ബോഡീസ് ഒക്കെ നമ്മൾ ചീത്തയാവാതിരിക്കാൻ ലോ ടെമ്പറേച്ചർ അല്ലെ, അല്ലെങ്കിൽ റെഫ്രിജറേറ്റഡ് ക്യാബിനറ്റ്സ് ആണ്. ഡെഡ് ബോഡീസ് കുറച്ച് സമയത്ത് ഷോർട്ട് ടൈം പീരീഡിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഫ്രിജറേറ്റഡ് ക്യാബിനറ്റ്സ് ആണ് ഇത് സ്റ്റോറേജ് ചേംബർ. ആ ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്യാനായിട്ട് അത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. സ്റ്റോറേജ് ചേംബർ പല പല ബോക്സ്, ഫ്രീസർ, ഓക്കെ, ഫ്രീസർ, ലോ ടെമ്പറേച്ചർ റെഫ്രിജറേറ്റഡ് ക്യാബിനറ്റ്സ് ആണ് സ്റ്റോറേജ് ചേംബർ. ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് പഠിക്കാനുണ്ട്. There are two type of mortuary cold chambers. Positive temperature cold chamber ഉണ്ട്, negative temperature cold chamber ഉണ്ട്. ഏതൊക്കെയാ സ്റ്റോറേജ് ചേംബർ? രണ്ട് ടൈപ്പ് മോർച്ചറി കോൾഡ് ചേംബേഴ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. രണ്ട് ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്. In positive temperature cold chamber, the bodies are kept between 2 degrees Celsius and 4 degrees Celsius. കേട്ടോ, ആ ടെമ്പറേച്ചർ മിക്കവാറും ചോദിക്കാറുണ്ട്. In positive temperature cold chamber, the bodies kept. ബോഡി സൂക്ഷിക്കുന്നത് എങ്ങനെയാ? എത്ര ഡിഗ്രിക്ക് ഇടയിലാ? 2 degrees Celsius to 4 degrees Celsius. അതായത് ആഴ്ചകളോളം നമുക്ക് ബോഡി പ്രിസർവ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരുപാട് മാസങ്ങളോളം അല്ലെങ്കിൽ അങ്ങനെയൊന്നും വെക്കാൻ പറ്റൂല. ആഴ്ചകളോളം ബോഡി സൂക്ഷിക്കാൻ. അതെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസിനും 4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. While this is usually used for keeping body for several weeks. ആഴ്ചകളോളം ബോഡി സൂക്ഷിച്ചു വെക്കാനായിട്ട്. It does not prevent decay. എന്താ പറഞ്ഞേക്കുന്നത്? Prevent decay, does not prevent decay. Decay ആവുന്നത് ജീർണിക്കുക. Decay എന്ന് പറഞ്ഞാൽ ജീർണിക്കുക അല്ലെങ്കിൽ നശിക്കുക. അത് ആ ബോഡി അഴുകുന്നത് അല്ലെങ്കിൽ ജീർണിക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്നില്ല എന്ന്. It does not prevent, തടയുന്നില്ല. Which continues at a slower rate than at room temperature. നമ്മുടെ റൂം ടെമ്പറേച്ചറിനേക്കാളും സ്ലോവർ ആയിരിക്കും. അത് കുറെ നാളൊന്നും അല്ലെങ്കിൽ അങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല. ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസിനും 4 ഡിഗ്രി സെൽഷ്യസിനുമാണ് ആ ബോഡി ഡീകേ ചെയ്യുന്നത്. അതിനെ പ്രിവെന്റ് ചെയ്യുന്നില്ല, തടയുന്നില്ല. അതായത് അങ്ങനെ കുറച്ചധികം നാളൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. വെച്ച ടെമ്പറേച്ചർ 2 ഡിഗ്രി ടു 4 ഡിഗ്രിയിലും ആ ഒരു ഇടയിലായിട്ടാണ് ടെമ്പറേച്ചർ വരുന്നത്. അതാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ. ബോഡികൾ ആഴ്ചകളോളം സൂക്ഷിക്കാൻ വേണ്ടി. ആ ടെമ്പറേച്ചർ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഇൻ പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ ഡാഷ് ഡിഗ്രി സെൽഷ്യസ്. എങ്ങനെയായിരിക്കണം? 2 ഡിഗ്രി ടു 4 ഡിഗ്രി സെൽഷ്യസിന് ഇടയിലായിരിക്കണം. ഇത് ആഴ്ചകളോളം ബോഡി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ലീക്കാവുന്നത് അല്ലെങ്കിൽ ജീർണിക്കുന്നത്, നശിക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്നില്ല, തടയുന്നില്ല. ഇനി രണ്ടാമത്തെയാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ. നെഗറ്റീവ് ടെമ്പറേച്ചർ എങ്ങനെയാണ്? അവിടെ നോക്കിയേ, ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ -50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -25 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കി, അവിടെ മൈനസ് ഉണ്ട്, രണ്ട് മൈനസ് തന്നെയാ. -25 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. ഓക്കെ, അപ്പൊ അവിടെ ഇത് ഇങ്ങനെയാണ് ചോദിക്കുക കേട്ടോ. ഇൻ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ, എത്ര ഡിഗ്രിയിലാ ബോഡി സൂക്ഷിക്കുന്നത്? -50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -25 ഡിഗ്രി സെൽഷ്യസ്. അതിന്റെ ഇടയിലാണ് ബോഡി സൂക്ഷിക്കുന്നത്. യൂഷ്വലി യൂസ്ഡ് ഫോർ ആരത് ഉപയോഗിക്കുന്നേ? ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ ആരാ? ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ്. ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ്
പ്രത്യേകിച്ചും ഈ എങ്ങനെ ബോഡി സൂക്ഷിച്ചു വെക്കുന്നത് എന്തിന് particularly when a body has been identified അതായത് നമുക്ക് ഈ ബോഡീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ മർഡറോ അതൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി തെളിവെടുപ്പൊക്കെ നടത്തണമെങ്കിൽ എന്റെ ബോഡി ഒട്ടും ഇതാക്കാൻ പാടില്ല അല്ലെ അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബോഡി ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ് അവിടെ ഇങ്ങനെ ആ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ എന്താണ് ബോഡി കീപ്പ് ചെയ്യുന്നത് അതായത് നമുക്ക് പിന്നെ എന്താ പറയുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിലാവുമ്പോൾ നമുക്ക് ബോഡി കംപ്ലീറ്റ് ആയിട്ട് മരവിച്ചിരിക്കുക അടുത്ത സെന്റൻസിൽ പറയുന്നത് അറ്റ് ദിസ് ടെമ്പറേച്ചർ ദ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഫ്രോസൺ FROZEN ഫ്രോസൺ എന്ന് പറഞ്ഞാൽ മരവിക്കുക പൂർണ്ണമായിട്ടും മരവിച്ചിരിക്കും ബോഡി ആൻഡ് DK ഈസ് ടോട്ടലി സ്റ്റോപ്പ് DK ആവുന്നത് ടോട്ടലി സ്റ്റോപ്പ് ആവുന്നത് നിൽക്കും അതായത് ഒട്ടും ശരീരം ചീർത്തിക്കും ഒന്നും ചെയ്യില്ല DK ഈസ് ടോട്ടലി സ്റ്റോപ്ഡ് നമ്മളെ കുറച്ചധികം ആളുകളൊക്കെ ഇപ്പൊ ഗൾഫിലൊക്കെ ആണെങ്കിൽ മരിച്ച് ഇപ്പൊ നമ്മള് കുറെ രണ്ടാഴ്ചയോ അങ്ങനെയൊക്കെ നമുക്ക് ഒരു മാസമോ ഒക്കെ എത്തിയൊക്കെ പറഞ്ഞ സംസ്കാരം കാര്യങ്ങളൊക്കെ നടക്കുക അല്ലെ അങ്ങനെയൊക്കെ ഇതൊക്കെ ആണെങ്കിലും ഈ നെഗറ്റീവ് അതായത് കുറച്ചധികം സമയം ബോഡി അധികം നാള് ബോഡി ഇങ്ങനെ DK ആവാതെ സൂക്ഷിക്കാനാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ ഉപയോഗിക്കുന്നത് അല്ല പിന്നെ അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ അത് ബോഡി സൂക്ഷിക്കാം അതാണ് ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ബോഡി 2 ഡിഗ്രി സെൽഷ്യസിനും 4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് കീപ്പ് ചെയ്യുന്നത് സൂക്ഷിക്കുന്നത് അവിടെ എന്താ ആ ബോഡി DK ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നില്ല കേട്ടോ ഡസ് നോട്ട് പ്രിവെന്റ് DK നെഗറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ ബോഡി എങ്ങനെയാ -50 ഡിഗ്രി സെൽഷ്യസിനും -25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് സൂക്ഷിക്കുന്നത് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ് അത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അത് അവരുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ടെമ്പറേച്ചറിൽ എന്താന്ന് വെച്ചാൽ ആ ബോഡി കംപ്ലീറ്റ് ആയിട്ട് മരവിക്കും DK എന്താണ് ടോട്ടലി സ്റ്റോപ്ഡ് പേജ് നമ്പർ ഒന്ന് ഇട്ടുകൊടുത്തേ 60 ട്ടോ DK കംപ്ലീറ്റ് അത് നിങ്ങൾ ഒരു കുറച്ച് നാളുകൾ മുന്നുള്ള ന്യൂസാണ് ഇങ്ങനെ എന്താണ് മഞ്ഞുമലയില് മരിച്ചിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ബോഡി എന്താ പറയാ ഒട്ടും അഴുകാതെ അതേപോലെ തന്നെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ പേപ്പറില് കുറച്ച് മുന്നത്തെ ന്യൂസാണ് ഇത്രയും വർഷങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ എവറസ്റ്റിൽ പോയവർ കേട്ടിട്ടുണ്ട് ന്യൂസിൽ ഉണ്ടായിരുന്നു നമ്മുടെ അത് ന്യൂസ് പേപ്പറിൽ ഞാൻ വായിച്ചതാണ് എന്നിട്ട് അത് ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കണില്ല അപ്പൊ ഇങ്ങനെ കുറെ വർഷങ്ങൾ തന്നെ കഴിഞ്ഞിട്ടും ആ ബോഡി അഴുകാതെ ഒരു കുഴപ്പമില്ലാതെ കിടന്നു അതാണ് ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ ഇപ്പൊ ഇവിടെ ചെയ്യാന്ന് വെച്ചാൽ അത്രയും ബോഡി ഫുള്ളും മരവിച്ചേക്കുക അപ്പൊ ഒട്ടും നമുക്കത് ചീത്തയാവില്ല നമ്മൾ ഈ ഫ്രീസറിലൊക്കെ അല്ലേ കുറെ ആളുകൾ തന്നെ നമുക്ക് ഇങ്ങനെ ചീത്തയാവാതെ വെക്കാൻ പറ്റില്ലേ ഫ്രീസറിലൊക്കെ ആ ടെമ്പറേച്ചർ നമ്മൾ ഇതാക്കി കൊടുത്തു കഴിഞ്ഞാല് മൈനസിലേക്ക് വരുന്തോറും നമുക്ക് എന്താ മൈനസ് ഇത് കൂട്ടി ആ തണുപ്പ് നമ്മൾ കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറെ നാളൊക്കെ ചീത്തയാവാതെ ഇരിക്കാം അതുപോലെ തന്നെ ഇവിടെ എന്ന് വെച്ചാൽ ആ ടെമ്പറേച്ചർ -50 ഡിഗ്രി ആണ് ടു -25 ഡിഗ്രിയിലാണ് അതുകൊണ്ട് തന്നെ ബോഡി നമുക്ക് കുറെ നാളുകൾ തന്നെ നമുക്കൊരു DK ആവാതെ ഒക്കെ പൂർണ്ണമായിട്ടും ആ ബോഡി മരവിച്ച് തന്നെ ഇരിക്കും ഓക്കെ ക്ലിയർ ആയില്ലേ രണ്ടും പോസിറ്റീവും നെഗറ്റീവും ആ രണ്ട് ടെമ്പറേച്ചർ നോക്കി വെക്കുക കേട്ടോ കംപ്ലീറ്റ് അത് ലാസ്റ്റ് ആ സെന്റൻസ് കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ടോ ബോഡി പൂർണ്ണമായിട്ടും മരവിക്കുന്നു DK ടോട്ടലി സ്റ്റോപ്ഡ് അതായത് നെഗറ്റീവ് ടെമ്പറേച്ചറിലാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ ഇനി നെക്സ്റ്റ് ആണ് പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത് അടുത്തത് 6ാമത്തെ ഫങ്ഷണൽ ഏരിയ പോസ്റ്റ്മോർട്ടം റൂം എന്താണ് പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയുള്ള അല്ലെ ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടുള്ള റൂമാണ് A postmortem room is treated to be like an operation theater in all technically അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ട് ഈ പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെയാണ് എന്താ അങ്ങനെ പറയണേ എന്താ രണ്ടിടത്ത് തന്നെ നടക്കുന്നേ ഓപ്പറേഷൻ തിയേറ്ററിലും പോസ്റ്റ്മോർട്ടം
അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റൂമിൽ എന്താ ടെക്നിക്കലി സെയിം ആണെന്നും രണ്ടിടത്തും സർജറി അല്ലേ ചെയ്യുന്നേ അല്ലെ, ബോഡി കീറി മുറിക്കല്ലേ. ഓപ്പറേഷൻ തിയേറ്ററിൽ ജീവനുള്ള ആളാന്ന് മാത്രം, പോസ്റ്റ്മോർട്ടം റൂമില് ഡെഡ് ബോഡിയിലാന്ന് മാത്രം അല്ലെ. രണ്ട് നടക്കുന്ന പ്രൊസീജിയർ സെയിം തന്നെയാണ്. ബോഡി നമ്മൾ കീറി മുറിച്ച് പരിശോധന നടത്തുന്നു അല്ലെ. ഒരെണ്ണം ജീവനുള്ള ആളുകൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, മരണ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതാ പറഞ്ഞിരിക്കുന്നത്, രണ്ടും ടെക്നിക്കലി സെയിം ആണ്. The major difference between the mortuary and the operation theatre is that in operation theatre utmost എന്ന് പറഞ്ഞാൽ അതീവ അങ്ങേയറ്റം കൂടുതൽ എന്ന് കേട്ടോ, utmost care is required to avoid outside infection that enters inside. ഒന്ന് ശ്രദ്ധിച്ചാൽ പോയിന്റ്. ഇനി ഒരു ചെറിയൊരു ഡിഫറൻസ് അവിടെ പറയുന്നത്, ടെക്നിക്കലി സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു മേജർ ഡിഫറൻസ് ആണ് മോർച്ചറിയും ഓപ്പറേഷൻ തിയേറ്ററും തമ്മിലുള്ള മേജർ ഡിഫറൻസ് ആണ്. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങേയറ്റം ശ്രദ്ധ വേണം. എന്തിനാ? ടു അവോയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ്, തടയുക, ഇൻഫെക്ഷൻ, ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ ദാറ്റ് എന്റേഴ്സ് ഇൻസൈഡ് അല്ലെ. ഈ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ജീവനുള്ള ആളെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പുറമേ നിന്ന് അത് നമ്മൾ പറഞ്ഞല്ലോ, ഓപ്പറേഷൻ തിയേറ്റർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സ്റ്റെറൈൽ ഏരിയ ആണ് അല്ലെ, അവിടെ ഫ്രീ ആയിട്ടുള്ള സ്റ്റെറൈൽ ഏരിയ ആണ്, അവിടെ കണ്ടാമിനേഷൻ ഒന്നും പാടില്ല. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ പുറമേ നിന്ന് ഇൻഫെക്ഷൻ അകത്തേക്ക് വരാതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധ വേണം. അതാണ് ഡിഫറൻസ് ആണ് കേട്ടോ പറയണേ. ഓപ്പറേഷൻ തിയേറ്ററിൽ ഔട്ട്സൈഡിൽ നിന്നുള്ള ഇൻഫെക്ഷൻ നമ്മള് ഇൻസൈഡ് തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല. അത് അങ്ങനെ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അയാൾക്ക് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻ അവിടെ എത്തിക്കാൻ അയാളിലേക്ക് വരുമല്ലോ. അതുകൊണ്ട് അങ്ങേയറ്റം നമ്മൾ ആ ശ്രദ്ധ കൊടുക്കണം. വൈ the mortuary law is needed to make sure that inside infection does not spread outside. കണ്ടോ, മോർച്ചറിയിൽ എന്താ, ഉള്ളിലുള്ള ഇൻഫെക്ഷൻ അല്ലെ, മരിച്ച ഡെഡ് ബോഡിയാണ്, അവിടെ നിന്ന് ഇൻഫെക്ഷൻ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാതെ നമ്മൾ ശ്രദ്ധിക്കണം. ക്ലിയർ ആയോ? അത് രണ്ടിന്റെ ഡിഫറൻസ്. ടെക്നിക്കലി രണ്ടും സെയിം ആണ്. ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ നമ്മൾ പുറത്തു നിന്ന് തിയേറ്ററിന്റെ ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ കടക്കാൻ പാടില്ല. മോർച്ചറിയിലാണെങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിലോ, പോസ്റ്റ്മോർട്ടം റൂമാണ് കേട്ടോ, മോർച്ചറിയില, പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിൽ എന്താണ്, ഉള്ളിലാണ് അവിടെ ഇൻഫെക്ഷൻ അല്ലെ, ആ ഡെഡ് ബോഡിയിൽ നിന്നുള്ള ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ അവിടെ ആ ഉള്ളിൽ നിന്ന് ഇൻഫെക്ഷൻ പുറത്തേക്ക് വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കണം. ഇനി അടുത്ത എന്താണ് ഫങ്ഷണൽ ഏരിയ പറയുന്നത്, ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസ്സിംഗ്. അവിടുത്തെ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതിനും പ്രോസസ്സിംഗ്, അവിടുത്തെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു ഓഫീസ് റൂം വേണം. റെക്കോർഡുകൾ കീപ്പ് ചെയ്യാനും അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിനും അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഓഫീസ് റൂം വേണം. പിന്നെ ഡോക്ടേഴ്സ് റൂം വേണം, ഡോക്ടറിന് അല്ലെ, ഡോക്ടറിന് റൂം വേണം. സ്റ്റോർ റൂം, സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് അല്ലെ, പോസ്റ്റ്മോർട്ടം ചെയ്യാനും ആവശ്യമായിട്ടുള്ള സ്പിരിറ്റ്, എക്യുപ്മെന്റ് ഇതൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഒരു സ്റ്റോർ റൂം വേണം. നമ്മുടെ വീട്ടിലില്ലേ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്, അതുപോലെ ഇങ്ങനെയുള്ളതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ ഒരു സ്റ്റോർ റൂം വേണം. പിന്നെ അടുത്ത് നോക്കിയേ, പത്താമത്തെ എന്താ, റൂം ഫോർ ടെക്നീഷ്യൻസ് ആൻഡ് അസിസ്റ്റന്റ്. ടെക്നീഷ്യന്മാർക്ക് അസിസ്റ്റന്റുമാർക്കും ഒക്കെ ഉള്ള പ്രത്യേകം റൂം വേണം. പിന്നെ ചേഞ്ചിങ് റൂം വേണം. ചേഞ്ചിങ് റൂം എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് കേട്ടോ, ചേഞ്ചിങ് റൂം വേണം. അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ നോർമൽ ഡ്രസ് ഇട്ടുകൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പൊ അവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ ചേഞ്ചിങ് റൂം വേണം. പിന്നെ അതുപോലെ ടോയ്ലറ്റ് വേണം, സ്റ്റാഫുകൾക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ടോയ്ലറ്റും വേണം. ക്ലിയർ ആയോ? ഫങ്ഷണൽ ഏരിയാസ്. അപ്പൊ അതിനകത്ത് ഫങ്ഷണൽ ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെ ചോദിക്കാം. പിന്നെ നമ്മൾ അതിനകത്ത് ഏതാണ്, റിസപ്ഷൻ ഏരിയയുടെ ആ പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ട്രോളി ബേ എന്തിനാ ഉപയോഗിക്കണേന്നുള്ളത് നോക്കണം. ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡെഡ് ബോഡി. ഫസ്റ്റ് പോയിന്റ് ആണോ? ഫസ്റ്റ് പോയിന്റിൽ 3 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവിടെ കൊടുത്തേക്കണേ, ഒറ്റ സെന്റൻസ് ആണുള്ളൂ. അതായത് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ, ഒരു പാർക്കിംഗ് ഏരിയ വേണം. അതെന്തായിരിക്കണം, കവർ ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ പോർച്ചാണ്. പോർച്ച്, നമ്മുടെ വീട്ടിൽ കാറ് പാർക്ക് ചെയ്യാൻ പോർച്ചില്ലേ,
എന്തായാലും ഒരു വീട്ടിലൊരു പോർച്ച് ഉണ്ട്, പാർക്കിംഗ് ആണ് അല്ലെ. പാർക്കിംഗ് അതെങ്ങനെയായിരിക്കും കവർ ചെയ്തിരിക്കുന്നത്, തുറന്നുള്ള പാർക്കിംഗ് ഏരിയ പറ്റില്ല. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്, വാഹനങ്ങൾക്കായിട്ട് 18 മീറ്റർ സ്ക്വയറിൽ ആ ഒരു ഏരിയയില് കവർ ചെയ്തിട്ടുള്ള പാർക്കിംഗ് ഏരിയ വേണം. 18 മീറ്റർ സ്ക്വയർ വിസ്താരത്തില് കവേർഡ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ വേണം. പിന്നെ എന്താ പറഞ്ഞേക്കണേ, അവിടെ അത് എൻട്രൻസില് നമുക്ക് അതെവിടെയാണ്, ആ മോർച്ചറിയുടെ ഫ്രണ്ടിലായിട്ട് എൻട്രൻസിൽ നമുക്ക് ആ ബോഡി സ്റ്റോർ ചെയ്യാൻ എന്താ പറയാ, അതിന് ആ മോർച്ചറി ബിൽഡിങ്ങിന്റെ ഫ്രണ്ടില് എൻട്രൻസിൽ അങ്ങനെ ഒരു കവേർഡ് പാർക്കിംഗ് ഏരിയ വേണം. പിന്നെ അത് നമ്മൾ പറഞ്ഞു എന്തിനാണ് ഇനി കവർ ചെയ്തേക്കുന്നത്, ആ ബോഡി വെച്ചിൽ നിന്നോ വെതറിൽ നിന്നോ ഒക്കെ ആ ബോഡിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, അത് കവേർഡ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ നമുക്കൊരു പാർക്കിംഗ് ഏരിയയിലേക്ക് ഒരു എക്സിറ്റ് വേണം, ഒരു വഴി വേണം അല്ലെ. അതായത് ഭൂമിയിൽ നമുക്ക് ആ മോർച്ചറി അവിടെ നിന്ന് നമുക്ക് നേരെ ഒരു വഴി കൂടെയാണ്, അല്ലെങ്കിൽ ഒരു എക്സിറ്റ് വേണം നമുക്ക് അങ്ങോട്ട് വരാനായിട്ട്. അപ്പൊ ആ എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അഡ്ജസ്റ്റന്റ് ഏരിയയിലേക്ക് സ്ക്രീൻ ചെയ്യണം, അതായത് ഒന്ന് മറച്ചിരിക്കണം. ഇത് ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ പാടില്ല. വെച്ചാൽ ഈ ബോഡിയൊക്കെ കൊണ്ടുപോകുന്നത് മറ്റുള്ളവരൊക്കെ കാണണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു എന്താ പറയാ, ഒരു സ്ക്രീനിങ് ചെയ്യണം. അഡ്ജോയിന് സമീപ പ്രദേശങ്ങളുമായിട്ട് ഒന്ന് മറച്ചിരിക്കണം. അങ്ങനെ ആ ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് ഒരു എക്സിറ്റ് വേണം കേട്ടോ. എക്സിറ്റ് ടു സെക്രട്ടറി റോഡ് ഓർ പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് ഏരിയയിലേക്ക് ഒരു വഴി വേണം, അത് അടുത്തുള്ള ആ ഏരിയയുമായിട്ട് മറച്ചിരിക്കണം. പിന്നെ 18 മീറ്റർ സ്ക്വയറുള്ള വാഹനങ്ങൾക്കായിട്ട് ഒരു കവേർഡ് പാർക്കിംഗ് ഏരിയ വേണം. ഇനി എന്തിനാണ് കവർ ചെയ്തേക്കുന്നത്, വെച്ചിൽ നിന്ന് വെതറിൽ നിന്നൊക്കെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, മിൻസി. പിന്നെ പറഞ്ഞത് റിസപ്ഷൻ വേണമെന്ന് പറഞ്ഞു, ഒരു ട്രോളികൾ വെക്കാൻ ട്രോളി ബേ വേണം. പിന്നെ റിലേറ്റീവ്സിനും വിസിറ്റേഴ്സിനും ഒക്കെ വെയിറ്റ് ചെയ്യാൻ വെയിറ്റിംഗ് ഏരിയ. പിന്നെ നമ്മൾ ബോഡി സൂക്ഷിക്കാനായിട്ട് സ്റ്റോറേജ് ചേമ്പറുകൾ വേണം, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 2 ടൈപ്പിന്റെ പോസിറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ ഉണ്ട്. പിന്നെ ഓഫീസ് റൂം വേണം, റെക്കോർഡ് കീപ്പ് ചെയ്യാൻ അവിടുത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ. ഡോക്ടേഴ്സ് റൂം വേണം, പിന്നെ സ്റ്റോർ റൂം വേണം, റൂം ഫോർ ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റന്റിന്റെ റൂം വേണം, ചേഞ്ചിങ് റൂം വേണം, ടോയ്ലറ്റ് വേണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് മോർച്ചറീസ്. ഇനി പലതരത്തിലുള്ള മോർച്ചറികൾ ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് ആണ് വെയിറ്റിംഗ് മോർച്ചറി. ആ പേരിൽ നിന്ന് തന്നെ അറിയാം, വെയിറ്റിംഗ് മോർച്ചറി. അപ്പൊ എന്താണ് വെയിറ്റിംഗ് മോർച്ചറി? വെയിറ്റിംഗ് മോർച്ചറി. ഓക്കെ, a waiting mortuary is a mortuary building planned specifically for the purpose of affirming. Affirming എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക. എന്തിനാ? That a deceased person, deceased എന്ന് പറഞ്ഞാൽ എന്താ, മരണമടഞ്ഞ ആളുകൾ. Deceased person, മരണമടഞ്ഞ ആളുകൾ എന്താ, are truly dead. ട്രൂവിലി ഡെഡ്, മരണമടഞ്ഞ ആളുകള് യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബോഡി സൂക്ഷിക്കുന്ന, അതിനു വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി. വെയിറ്റിംഗ് മോർച്ചറി, മരിച്ച ആളുകള് യഥാർത്ഥത്തിൽ അവരുടെ മരണം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ആവശ്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള മോർച്ചറി ബിൽഡിംഗ്. അടുത്ത പോയിന്റ് നോക്കി, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. നമ്മൾ ചോദിക്കാറുണ്ട്, ഡാഷ് ഈസ് എ മോർച്ചറി ബിൽഡിംഗ് പ്ലാൻഡ് സ്പെസിഫിക്കലി ഫോർ ദ പർപ്പസ് അഫർമിംഗ് ദാറ്റ് ഡിസീസ്ഡ് പേഴ്സൺ ആർ ട്രൂലി ഡെഡ്. ഏത് മോർച്ചറിയാ? വെയിറ്റിംഗ് മോർച്ചറി. വെയിറ്റ് ചെയ്യുക, ഡെഡ് ബോഡി അവിടെ വെയിറ്റ് ചെയ്യാണ്, എന്തിനാ? മരിച്ചു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി. നോക്കിയേ, ബിഫോർ ദ എമർജൻസ് ഓഫ് മോഡേൺ മെത്തേഡ് ടു വെരിഫൈ ദ ഡെത്ത്, പീപ്പിൾ ഫിയർഡ് ദാറ്റ് ദേ വുഡ് ബി ബറീഡ് അലൈവ്. ഇപ്പൊ നമ്മൾ മരിച്ചു എന്ന് എങ്ങനെയാ നമ്മൾ വെരിഫൈ ചെയ്യുന്നേ? നമ്മുടെ വീട്ടിലാണ് ഒരാൾ മരിച്ചു, നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ മരിച്ചു എന്ന് നമുക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റുമോ? എങ്ങനെ വെരിഫൈ ചെയ്യും?
നമ്മൾ ഡോക്ടറിന് പൾസ് നമുക്ക് നോക്കും, എങ്കിലും നമുക്കത് ലീഗലായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡോക്ടറിനെ വിളിക്കണം അല്ലെ. നമ്മുടെ അടുത്തുള്ള ഡോക്ടറിനെ വിളിച്ചിട്ട് ഡോക്ടർ വന്നിട്ടാണ് മരണം സ്ഥിരീകരിക്കുന്നത്. മരിച്ചു നമുക്ക് നോക്കിയാൽ ചിലപ്പോൾ അറിയാൻ പറ്റും മരിച്ചു എന്ന്, പക്ഷെ എങ്കിലും നമുക്കത് ഉറപ്പിക്കാനുള്ള ഇതില്ല. ഡോക്ടർ വന്ന് മരണം വെരിഫൈ ചെയ്യും. നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ ആണെങ്കിലും ഒക്കെ നിങ്ങളുടെ അടുത്തോ സമീപത്തോ ഒക്കെ ഇങ്ങനെ വീട്ടിൽ മരിക്കുമ്പോ ഡോക്ടർ വരാറില്ലേ, ഡോക്ടറിനെ കൊണ്ടുവരാറില്ലേ? ഡോക്ടർ വന്നിട്ടാണൊന്ന് മരണം സ്ഥിരീകരിക്കുന്നത്. പൾസൊക്കെ നോക്കി ഡോക്ടർ പറയും മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നത്. പണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല, ഈ ഡോക്ടറിനെ കൊണ്ടുവന്ന് മരിച്ചോന്ന് നോക്കണം, പണ്ടത്തെ കാലഘട്ടം പറയുന്നത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞ ആളുകള് മരിച്ചു എന്ന് പറയുമ്പോ, അതായത് നമുക്ക് മോഡേൺ മെത്തേഡില് പുതിയ മാർഗത്തില് ഡെത്ത് സ്ഥിരീകരിക്കുന്നതിന് മുന്നേ ആളുകൾ എന്ത് ചെയ്തു, അവരും പേടിച്ചിരുന്നു. അവര് ജീവനോടെ കുഴിച്ചിടുമെന്ന് വെറി ചെയ്യുമെന്ന് അവര് പേടിച്ചിരുന്നു. എന്നുവെച്ചാൽ മരിച്ചോന്ന് ഉറപ്പിക്കാൻ വേറെ ഇതില്ലല്ലോ. നമ്മളിപ്പോ ഡോക്ടർ വന്ന് നോക്കി നമ്മൾ ഓക്കെ അയാൾ മരിച്ചു, നമ്മൾ സ്ഥിരീകരിക്കും, മരണം സ്ഥിരീകരിക്കും. എന്നാലും പണ്ടെന്ന് പറഞ്ഞ ആ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആളുകള് അവരെ ജീവനോട് കൂടി കുഴിച്ചിടുമെന്ന് അവര് പേടിച്ചിരുന്നു. അപ്പൊ നോക്കിയ മൂന്നാമത്തെ പോയിന്റ്, ടു ലെസൺ സച്ച് ഫിയേഴ്സ്. ലെസൺ എന്ന് വെച്ചാൽ റെഡ്യൂസ്, കുറയ്ക്കുക. ആ പേടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയോ? lately deceased were housed for a time in waiting mortuary. ആ മരിച്ച ആള്, ആ മരിച്ചു എന്ന് പറയുന്ന ആ ഒരാളില്ലേ, അയാളെ എന്ത് ചെയ്തു, വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് മാറ്റും. വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് മാറ്റും. അവിടെ അറ്റൻഡന്മാര് എന്ത് ചെയ്തു, അവിടെ ആ ജീവന്റെ എന്തെങ്കിലും അടയാളമുണ്ടോ എന്ന് അവര് പരിശോധിക്കും കേട്ടോ. വാച്ചയിൽ നിരീക്ഷിക്കും, പരിശോധിക്കല്ല നിരീക്ഷിക്കും. അറ്റൻഡൻസ് വുഡ് വാച്ച് ഫോർ സൈൻ ഓഫ് ലൈഫ്. ജീവന്റെ എന്തെങ്കിലും അടയാളം അയാൾക്കുണ്ടോ, അയാളെ ഒന്ന് നിരീക്ഷിക്കും. നോക്കിയേ, ദ കോർപ്സ്. കോർപ്സ് എന്ന് പറഞ്ഞാൽ മൃതദേഹം. CORPS, കോർപ്സ്, മൃതദേഹം, ശവശരീരം, മൃതദേഹം. Would be allowed to decompose partially prior to burial. Burial എന്നാണോ നോക്കിയ ടെക്സ്റ്റില് BURIAL, burial കറക്റ്റ് ആണോ നോക്കിയാ കേട്ടോ സ്പെല്ലിങ്. ഓക്കെ, burial. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ corpse would be allowed to decompose. അപ്പൊ ആ മരിച്ച ആ ആളില്ലേ, അവരുടെ ദേഹം പാർഷ്യലി പകുതി അഴുകാൻ അനുവദിക്കും. ഏതിന്, അവരെ സംസ്കരിക്കുന്നതിന് മുന്നേ. അപ്പൊ അങ്ങനെ പകുതി അഴുകി തുടങ്ങുമ്പോഴാണ് അവര് മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നത്. മനസ്സിലായോ? അപ്പൊ അതുവരേക്കും നമ്മള് ബോഡി സൂക്ഷിച്ചു വെക്കുന്നതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. എന്താ നമ്മളപ്പോ പറഞ്ഞത്, ഒരു കഥ പോലെ കേട്ട ഫീൽ ഉണ്ടാ? ഒരു കഥ കേട്ട പോലെ തോന്നുന്നുണ്ടോ? എന്നുവെച്ചാൽ പണ്ട് കാലത്ത് മോഡേൺ മെത്തേഡില് ഡെത്ത് വെരിഫൈ ചെയ്തിരുന്നില്ല. അപ്പൊ അവിടെയുള്ള ആളുകൾ എന്ത് പേടിച്ചിരുന്നു, അവരെ എങ്ങാനും ജീവനോടെ കുഴിച്ചിടുമെന്ന് അവര് പേടിച്ചിരുന്നു. അപ്പൊ ആ പേടി അകറ്റാൻ വേണ്ടിയിട്ട് മരിച്ചു എന്ന് ശരിക്കും അവർക്ക് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല അല്ലെ. അപ്പൊ മരിച്ചു എന്നുള്ള ആ ഒരാളെ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് മാറ്റും. ആ വെയിറ്റിംഗ് മോർച്ചറിയിൽ അവിടെ അറ്റൻഡർമാരുണ്ട്. അവര് കുറച്ച് ദിവസങ്ങളൊക്കെ എന്ത് ചെയ്യും, ആ ബോഡി നിരീക്ഷിക്കും, വാച്ച് ചെയ്യും. എന്തെങ്കിലും ജീവന്റെ അടയാളങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് വാച്ച് ചെയ്യും. അങ്ങനെ അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മള് അവിടെ നോർമൽ റൂം ടെമ്പറേച്ചറിലല്ല വെക്കണേ, കുറച്ച് ദിവസം